പോലീസ്. പേടിക്കണ്ടാ, നീ ഇപ്പൊ എടുത്തോ. ഏറ്റവും നന്നായി പറ്റിക്കാൻ പറ്റുന്നവർക്കായി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് നീ ഓർമ്മയിൽ വെച്ചോ. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. നോ താങ്ക്സ്. എന്തായിരുന്നു ഇതിന് മുന്നേയുള്ള പരിപാടി? എൻ്റെ കൂടെ കൂടണമെന്നുള്ള കാര്യം സിനിമയിലായിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത പടത്തിൽ നായകനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാശ് സെറ്റാക്കി കൊടുക്കണം. ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. മാസ്ക് എടു. ഇനി ഒരു ക്യാമറയിലും പിടികൊടുക്കരുത്. കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ അവിടെ ഇതേ കിട്ടിയോളൂ. സംതിങ് ഡിഫറെന്റ് യുനോ. എപ്പടി ഇന്ന് ഇതും വെച്ച് പോലീസ് പിടിച്ച നാളെ പത്രക്കാരൻ മുന്നിൽ പോയി ഫോട്ടോ എടുക്കേണ്ടി വന്ന അതിന് മുന്നേ നീ എന്നെ കൊന്നു. ആശാനെ, ഇവനെയാണോ പൊക്കം പോണേ? ഹായ്, നല്ല കറുത്ത കാർ. കമോൺ. സോറി. ഒന്നാമതെ മനുഷ്യൻ പേടിച്ച് കിടിങ്ങി നിൽക്കുന്നു. ഇവനെ കൊണ്ട് മോട്ടിക്കറ. ആ ഡോക്ടർക്ക് എന്തിനാ ഈ പാട്ട വണ്ടി? ആശാനെ, അതെ, എനിക്കിപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അതിപ്പോഴല്ല, ഇറങ്ങി തിരിക്കും മുന്നേ ആലോചിക്കണമായിരുന്നു. ആശാനെ, ഒരു സംശയം. ആ ടൂൾസിന് ഈ ആളുകൾ റോട്ടിൽ ഇങ്ങനെ ഈ വണ്ടി വന്നു റോട്ടിലല്ല നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്താണ്. മാറ് ഇവനെയൊക്കെ കൊണ്ടിറങ്ങി ഇപ്പം ആശാൻ കാണിച്ചു തരാം. നീ നോക്കിക്കോ. ആശാനെ, ആശാൻ, ആശാൻ നോക്ക്. വാ, കേറി വാ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാടേ? അത് ഈ സ്ലൈഡ് വെച്ചൊരു പൊടിക്കയ്യ. ഒരു വെടിക്കുള്ള മരുന്ന് നിന്റെ കയ്യിലും ഉണ്ട്. തരക്കേടില്ലല്ലടാ. ഞാൻ സ്പാൻ റഞ്ഞെടു. എന്തൊക്കെ കൊള്ളാം. കിട്ടിയ സ്ലൈഡ് വെച്ച് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ആശാനെ, ആശാനെ, താക്കോല്. ഓ പിന്നെ ചാവി വെച്ചിട്ട് പോകാൻ മാതിരി പൊട്ടന്മാരല്ലേ.
ആരെങ്കിലും ഉണ്ടാ? ഇല്ല അച്ഛനെ, ആരുമില്ല. ഉള്ള വണ്ടി മോശം. അല്ല അച്ഛനെ, ആക്ച്വലി ആ ഡോക്ടർക്ക് എന്തിനാ ഈ പഴയ വണ്ടി? നമുക്ക് വണ്ടി കിട്ടിയില്ലേ, നമുക്കുള്ളത് ആ ഡോക്ടർ തരും. നല്ല പഴക്കം ചെന്ന വണ്ടിയാണ്. വിചാരിച്ച പോലെ തുട്ട് കിട്ടും. അതൊക്കെ കിട്ടും. ഇതിന്റെ കിലോമീറ്റർ എന്താ അനങ്ങാത്തത്? 00000. ഇത്രയും വർഷമായിട്ട് ഇത് ആരും ഓട്ടിച്ചിട്ടില്ല നമ്മൾ കേട്ടാ. ആ, നമ്മളെക്കാട്ടും വലിയ ഉടായ്പകൾ കൊണ്ടുവന്ന വണ്ടിയായിരിക്കും. അതിൽ ഡോക്ടറെ നമ്പറുണ്ട്, ഒന്ന് വിളിക്ക്. ആ, കിട്ടിയോ? ഇയാളിത് വണ്ടിയും വേഗം സെറ്റിലാക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാനും പറ്റത്തില്ല. വഴിയിലുള്ള ചെക്കിംഗ് എല്ലാം ഉണ്ടെങ്കിൽ തീർന്നു. ആ ഫോണിന് തന്നു. വണ്ടി വരുന്നുണ്ട്. മോൻ കൊടുക്കണ്ട. കിട്ടിയോ? ഇയാളിത് വണ്ടിയും വേഗം സെറ്റിലാക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാനും പറ്റത്തില്ല. വഴിയിലുള്ള ചെക്കിംഗ് എല്ലാം ഉണ്ടെങ്കിൽ തീർന്നു. ആ ഫോണിന് തന്നു. കിട്ടിയോ? ഈ സംഭവങ്ങളൊക്കെ ഇതിനു മുന്നേ നടന്നായിട്ട് തോന്നുന്നുണ്ടോ? അത് നിനക്ക് മാത്രമല്ല, അതെല്ലാവർക്കും തോന്നാറുണ്ട്. അതിനെന്തോ ഒരു പേര് പറയും, തേജാബായി. ആ, അങ്ങനെ എന്തോ ആണ്. ആശാനെ, നമുക്ക് ഒരു പണി കിട്ടിയ പോലൊരു തോന്നല്. എന്ത് പണി? നമ്മളിങ്ങനെ ചുറ്റാൻ തുടങ്ങിയിട്ട് കുറേ സമയമായില്ലേ? ഒരു അരമണിക്കൂർ. അരമണിക്കൂറ്? 10 മിനിറ്റ് പോലും ആയില്ലേ? ഡോക്ടറിനെ വിളിക്കാനല്ലേ? വിളിച്ചാൽ കിട്ടില്ല. നോക്ക് നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും പണിയിട്ടിരിക്കണം. നമ്മൾ വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, സ്വപ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നിട്ട് കുറെ സമയമായിന്ന്. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ആശാൻ സംശയം ഉണ്ടോ? നമ്മളിപ്പോ വരും. നോക്ക് നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ശരിക്കും പണിയിട്ടിരിക്കണം. നമ്മൾ വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ആശാൻ ഇത് സ്വപ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നിട്ട് കുറെ സമയമായി. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക് നോക്ക്, നമുക്ക് ശരിക്കും പണിയിട്ടിരിക്കണം. നോക്ക് നോക്ക്, നമ്മൾ വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ആശാൻ ഇത് സ്വപ്നമല്ല. നമുക്ക് ശരിക്കും പണിയിട്ടിരിക്കണം. ഞാനോ നീയോ, ഓ നീയോ ഞാനോ ആണെന്നറിയാ ചുറ്റും പമ്പരമോ. ആശാനെ, ദേ വേറെ നമ്മൾ ഓടാനുണ്ട, അത് ഗ്ലാസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ശരിക്കും പണിയിട്ടിരിക്കണം. നമ്മൾ വലിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ഇത് സ്വപ്നമല്ല. നമുക്ക് നൈസാ സ്കൂട്ടായല്ല. പയ്യെ തിരിഞ്ഞു നടന്നു. പിന്നെയും കറുത്ത കാറ്. പിന്നെയും കറുത്ത കാറ്. ഓ കണ്ണിൽ ഇരുട്ടേറി കൂടലോ കൂടലേറി കയറാ മലയായി അറിയാ വഴിയായി. സമയം വരെ അറിയാൻ വേണ്ട. വാച്ച് ഓടണില്ല. ഈ വാച്ച് കംപ്ലൈൻ്റ് അല്ല, ഈ വാച്ച് സ്റ്റക്കാണ്. നമ്മൾ തീർന്നടാ. നമ്മളിവിടെ ചാവൂടാ. അങ്ങനെ പറയല്ലേ ആശാനെ. എന്തെങ്കിലും വഴി കാണും. നമ്മൾ ഈ വണ്ടി കയറിയ ശേഷമല്ലേ നമുക്ക് ഈ പ്രശ്നമല്ല. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴിയും ഈ വണ്ടി തന്നെ കാണും. നോക്കിയല്ല.
റിവേഴ്സ് റൂമില്ല ആശാനെ, റിവേഴ്സ് റൂമില്ല, റിവേഴ്സ് തന്നെ പോയാലോ? ഈ കാറിന്റെ യാത്ര തുടങ്ങുന്നത്. ആ രാത്രി ശാസ്ത്രജ്ഞന്മാരായ ആൻഡ്രൂസും ഡേവിഡും അതീവ സന്തോഷത്തിലായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന പരീക്ഷണത്തിനൊടുവിൽ അവരവരുടെ ടൈം മിഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവർക്ക് ആ രാത്രി കൂടി സ്വപ്നമായി തങ്ങളുടെ കഴിഞ്ഞ കാലത്തിലേക്കും വരാൻ പോകുന്ന കാലത്തിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ആ യന്ത്രത്തിന് അവർ ഗോ എന്ന് പേര് നൽകി. പക്ഷെ ഗോയ്ക്ക് സഞ്ചരിക്കാൻ ഒരു ചട്ടക്കൂട് വേണമായിരുന്നു. അതിനായി ഡേവിഡ് തന്റെ കാർ നൽകി. അങ്ങനെ ആദ്യ പരീക്ഷണത്തിനായി ആൻഡ്രൂസ് തയ്യാറായി. ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ആൻഡ്രൂസ് മറ്റൊരു കാലത്തേക്ക് സഞ്ചരിച്ചു. ഡേവിഡിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഈ സമയം ഡേവിഡിലെ ചെകുത്താൻ ഉണർന്നു. മിഷൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആൻഡ്രൂസിനെ വകവരുത്തി കാർ സ്വന്തമാക്കാൻ ഡേവിഡ് തയ്യാറായി നിന്നു. പക്ഷേ സമയം കടന്നുപോകുന്നു. കാർ വന്നില്ല, ആൻഡ്രൂസ് വന്നില്ല. ഡേവിഡ് കാത്തുനിന്നു. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു. അപ്പോൾ ആൻഡ്രൂസ് എവിടെ പോയി? അവൻ മുന്നോട്ടാണോ പോയത് അതോ പിന്നോട്ടാണോ പോയത്? ആൻഡ്രൂസിനെ അന്വേഷിച്ച് തന്റെ കാലം തീരാറായ കാര്യം ഓർത്ത് ഡേവിഡിന് ദേഷ്യം അടക്കാനായില്ല. വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഡേവിഡ്, നിങ്ങൾ കാർ കിട്ടി. പക്ഷേ അതവിടെ നിന്ന് മാറ്റാൻ പല വഴി ഉപയോഗിച്ചിട്ട് നടന്നില്ല. അവസാന വഴിയും പരാജയമായി. ആ കാറിന് ഇനി സഞ്ചരിക്കാൻ മിഷൻ വേണം, ടൈം മിഷൻ. അതില്ലാതെ ആ കാറിന് സഞ്ചരിക്കാനാവില്ല. അതിന് ആൻഡ്രൂസിനെ കണ്ടെത്തണം. ഓക്കെ, അല്ല അപ്പോൾ ഈ കള്ളന്മാർ? അതിന്റെ കഥ തീർന്നില്ലല്ലോ, ഇനിയല്ലേ തുടങ്ങാൻ പോണേ. ഞാനോ നീയോ, ഓ നീയോ ഞാനോ ആണെന്നറിയാ ചുറ്റും പമ്പരമോ